കൈയുടെയും കാലിന്റെയും വൃത്തികേടുണ്ട്, അത് മാത്രം അതൊന്നും കുഴപ്പമില്ല. ഇതിന്റെ അടിവശം കാണുന്ന കുഴപ്പമുണ്ടോ? ഗൈസ്, ഈ കാണുന്ന വൃത്തിയോട് ഞങ്ങളുടെ വാർഡനാണ്. സ്നേഹനിധികളായിട്ടുള്ള കുറച്ച് ഇൻമേറ്റ്സ് ആണ് എനിക്ക് ഇവിടെ ഉള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹോസ്റ്റലിന്റെ പേര് പറയണ്ടല്ലോ. ഹോസ്റ്റലിന്റെ പേര് വേണമെങ്കിൽ ഒരു പ്രൊമോഷൻ അത് ഞാൻ എഴുതി കാണിക്കാം. മെയ് ഫ്ലവർ ഹോസ്റ്റൽ, നമ്മുടെ ട്രിവാൻഡ്രത്ത് പ്ലാമൂടാണ്. എല്ലാ ഗേൾസ് പിന്നെ വിത്ത് ഫുഡാണ്, ഫ്രീ വൈഫൈ ആണ്, ഡെയിലി ന്യൂസ് പേപ്പർ അവൈലബിൾ ആക്കുന്നുണ്ട്, സെപ്പറേറ്റ് സ്റ്റഡി ഏരിയ ഉണ്ട്, അതിനിങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. ലാപ്ടോപ്പ് ഒന്ന് യൂസ് ചെയ്യുന്നതിന് ഉണ്ടായിരിക്കും ഫ്ലോ തെറ്റി. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ പോത്തീസിൽ പോയിട്ട് വന്നിട്ട് ഒരു ഘനത്തിലുള്ള കുറച്ച് സാധനങ്ങൾ വെയിറ്റ് ഉണ്ട് കേട്ടോ, സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനാണ് ഗൈസ്, ഇപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇത് അയ്യോ അതായിരിക്കും സോറി ഗൈസ്, ഇത് നമ്മുടെ എന്താ സയൻസ് തിങ്സ് അറൗണ്ട് അസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. നമ്മുടെ ഡിയാന് വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ഗൈസ്, ഇത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഇത് 40 രൂപ 20 രൂപയ്ക്ക് എങ്ങനെയായിരുന്നു? 40 രൂപയ്ക്ക് ഗൈസ്, ഇതിൻ്റെ വില 80 രൂപയാണ്. അത് നമുക്ക് 40 രൂപയ്ക്ക് കിട്ടി ഗൈസ്. അങ്ങനെ വാങ്ങിയ സാധനമാണിത്. പിന്നെ ഓഫർ നമ്മൾ ഈ ഓസനായിട്ട് ആസിഡും കൊടുക്കണമെന്നല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നോക്കില്ല. 20 രൂപയുണ്ട്, അല്ല സോറി 40 രൂപയുണ്ട്. ഞാൻ 2 വാങ്ങിച്ചു. ഷെഷ്വാൻ്റെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ഇരുന്നുണ്ട്. ഇവിടുത്തെ ഹോസ്റ്റലിലെ പിള്ളേരല്ലേ മുടിപ്പിക്കുമെന്ന്. പിന്നെ അടുത്തത് ഒരു മിൽക്ക് ബ്രെഡ് ഗൈസ്. ഞാൻ നേരത്തെ പോത്തിച്ച് പോയിട്ട് വന്നപ്പോൾ ഒരു ജാം വാങ്ങിയ ഒരു ടിന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതവിടെ വെറുതെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് ബ്രെഡ് കണ്ടപ്പോൾ ബ്രെഡ് കൂടെ നോക്കി ജാം നോക്കി തിന്നാന്ന് കരുതി ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബനാന ചിപ്സ് ആണ്. ഇത് ഞാൻ ഇവിടുത്തെ 2 പിന്നെ ഗൈസ്, ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇവിടെ കറികളൊക്കെ ഉണ്ട്, എന്നിട്ടും അവൾക്ക് പോരാ, അച്ചാർ വേണമെന്ന്. ഇവിടെ ഞാൻ ഹോം മെയ്ഡ് അച്ചാർ മാത്രമാണ് കൊടുക്കുന്നത്, എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ചോള്. ഇത് ചെറിയ പിക്കിൾ അച്ചാർ കൊള്ളാമോ എന്ന് അറിയത്തില്ല, ഏതോ അന്ന പിക്കിൾസിൻ്റെയൊക്കെയാണ്. വില എന്തോ 70 രൂപയാണ്. പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് തിന്നിട്ട് ഞങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഇത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. തിന്നിട്ട് അപ്ലോഡ് ചെയ്യാമോ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ്, ഡബിൾ ഹോഴ്സിൻ്റെ ആണ്. ഇത് ഒരു സജഷനാണ്, അതായത് ആര്യ ഇത് കഴിച്ചിട്ടുണ്ട്, കൊള്ളാം, നല്ലതാണ്, ബെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. കൊള്ളത്തില്ലെങ്കിൽ അവളുടെ മണ്ടയ്ക്ക് ഇട്ടടിക്കുന്നു. ഇത് എടുത്തപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞു ഇതിന്റെ ടേസ്റ്റ് എന്തും ഞാൻ തിന്നെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അങ്ങനെയൊക്കെ ഞാൻ പലതും പറയും. പിന്നെ നമുക്ക് നോക്കാം കഴിയും, അങ്ങനെ പലതും പറയും. ഓക്കെ, ഇത് കൊള്ളായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അടുത്തത് ഒരു ബില്ലാണ്. ഇതാണ് ബില്ല് ഗൈസ്. തന്നെ കണ്ടോ, 1219 രൂപ. അവിടെ ഇങ്ങനെ 1221 അല്ലേ? ഞങ്ങൾ വേറെ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാ. അന്നേരത്തേക്ക് എൻ്റെ അടുത്ത് അനാമി പറഞ്ഞു, ചേച്ചി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം, എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അങ്ങനെ പോയിട്ട് ഞാൻ വാങ്ങിയ സാധനമാണിത്. ഓഫീസിൽ പോകുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു സിൽക്കാണ്. സിൽക്ക്, ഡയറി മിൽക്ക് സിൽക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഓഫീസിൽ പോയിരിക്കുമ്പോൾ എനിക്ക് വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് ജിൻജാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബൗൺസിൻ്റെ ബിസ്ക്കറ്റ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഇലാച്ചിയുടെ. അതുകൊണ്ട് ഞാൻ ഇത് 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ പല ആഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജിമ്മിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സ്മൂത്തിയൊക്കെ അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീനട്ട് ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഓഫർ ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ വില 240 രൂപയുടെ എത്ര രൂപയ്ക്കായിരുന്നു? 120 രൂപയ്ക്ക് 50% ഓഫർ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് മാസിൻ്റെയാണ്, കൊള്ളാമെന്ന് തോന്നുന്നു, കുഴപ്പമില്ലായിരിക്കും. ഇത് നോക്കിയിട്ട് പറയാം. ഓക്കെ, പിന്നെ ഞങ്ങൾ വാങ്ങിയത്, ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, അനാമി കറങ്ങി തിരിഞ്ഞ് എവിടെ നിന്ന് പോയി എടുത്തോണ്ട് വന്നതാണ്. ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിൻ്റെ പിന്നെ ഇനിയിപ്പോൾ വേണ്ട, ഇത് ഇത്രയും സാധനം വാങ്ങിച്ചില്ലേ എന്നൊക്കെ കരുതി ഇരുന്നപ്പോഴത്തേക്ക് ബില്ലടിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ അവളെ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ സാധനം. ഇതിൻ്റെ 2 ഞങ്ങൾ വാങ്ങിച്ചത് ഈ സാധനമാണ്, അലു ഭുജിയ. അപ്പം ഞാൻ ഈ അച്ചാറൊക്കെ ഇങ്ങനെ വാങ്ങിച്ചല്ലോ ഗൈസ്, അപ്പോൾ ഈ അലു ഭുജിയ അതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അച്ചാറിനോട് പിന്നെയാണോ അലു ഭുജിയ? പണ്ട് ഗൈസ് ഞങ്ങൾ +2 പഠിച്ചുകൊണ്ടിരുന്നത്, അപ്പം ഹോസ്റ്റലിലായിരുന്ന സമയത്ത് 1980 കാര്യമാണ് പറയുന്നത്.
ഗൈസ് അത്രയ്ക്കൊന്നും ഇല്ല ഗൈസ്. എന്നാലും ഫോട്ടോക്കാരല്ല, അവളുടെ ആഗ്രഹമല്ലേ, ഞാൻ മിണ്ടാതിരുന്നേക്കാം. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ രാത്രി വിശക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് എടുക്കും. ഞാൻ എൻ്റെ മണിപ്പൂരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവളുമാർ അവരുടെ മണിപ്പൂരിലുള്ള കുറച്ച് പിക്കിൾസ് കൊണ്ടുവരും. നല്ല സ്പൈസി ആയിരിക്കും. അത് സ്പൈസി ആയിട്ടുള്ള പിക്കിളിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മുടെ വിശപ്പെല്ലാം 2 തിന്നലിൽ തീരും. കാര്യം അത്രയ്ക്ക് എരിവാണ്, സ്പൈസി ആണല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം കഴിക്കത്തില്ല. വയറും നിറയും, എരിവാവും, വെള്ളം കുടിച്ച് വയറും നിറയും. അതുകൊണ്ട് പിന്നെ കഴിക്കൂല. അങ്ങനെ ഞാൻ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഈ പിക്കിൾ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇതും കൂടെ വാങ്ങിച്ച് കൊള്ളാമെന്ന് തോന്നുന്നു. കഴിപ്പിച്ച് നോക്കിയിട്ട് പറയാം ഗൈസ്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ